പകുതി വെച്ചിക്കണേ? അത് വാലപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കീറക്കുക, രണ്ട് ഭാഗം പൊളിക്കുക. ഒരു ഭാഗത്ത് പച്ച മസാല, ഒരു ഭാഗത്ത് ചുവപ്പ് മസാല. ഇതൊക്കെ ആബിക്കാനെ കൊണ്ട് മാത്രം പറ്റുള്ളൂ. എനിക്കൊരു പീസ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ പോണ്? ദുബായ് പോവാണ്. ദുബായ് മാളിലൊക്കെ ഒന്ന് കയറണം. ഇസാക്കാന്റെ ദുബായ് സംഗീതയില് ഒരു വർക്ക് വന്നപ്പോ ദുബായ് പോവാണ്. അപ്പോൾ അങ്ങനെ ദുബായ് മാളിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാൻ വിചാരിച്ചു. നാവിക്കൊന്ന് ദുബായില്, നാവിക്ക് സ്റ്റേ ചെയ്യുന്നത് ദുബായിലാണ്. അപ്പൊ ഇന്ന് ആൾക്കാര് വിരുന്ന് കഴിഞ്ഞു. അപ്പൊ ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇനി ഞങ്ങള് വണ്ടി കയറി പോവാണ്. ഇപ്പൊ ദുബായ് എത്തിയിട്ടുണ്ട്. ഡിസ്കവറി ഗാർഡനിലുള്ള സംഗീതയിലാണ് ഇപ്പൊ ഉള്ളത്. കുറച്ച് ഐറ്റംസ് എന്തോ സംഗീതയിൽ കൊടുക്കാൻ. സംഗീതന്ന് കുറച്ച് സ്വീറ്റ്സ് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗുലാബ് ജാമും എന്തോ ഡേറ്റ്സ് ഹൽവ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ആർക്കും എങ്ങനെയുണ്ട് നോക്കാം അല്ലേ. അപ്പൊ ആബിക്ക ഇത് ഡേറ്റ്സ് ഹൽവന്ന് തുടങ്ങാൻ പോവാണ്. ഡേറ്റ്സ് ഹൽവയും ഗുലാബ് ജാമും. സ്പൂണുണ്ട്, 3 ഉണ്ട്. എങ്ങനെയുണ്ട്? കേസരിയാ? ഡേറ്റ്സ് കേസരി അല്ലേ? ഡേറ്റ്സ് കേസരി എന്നാണ് പറഞ്ഞ്. ഡേറ്റ്സ് ഹൽവയല്ല. അപ്പൊ ഞാനും കൂടി ഒന്ന് കഴിച്ചോക്കട്ടെ. അവർക്ക് എനിക്കൊരു സ്പൂൺ. അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇസാക്കൊക്കെ ഒരു വായ കൊടുത്തോ? അളിയൻ്റെ ഒരു വായ മേടിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല ചൂടോടെ കേസരി ഹൽവ. പിന്നെ അടുത്ത് നമുക്ക് ഗുലാബ് ജാമുൻ വെച്ചോക്കാം. മധുരത്തിന്റെ മെയിൻ ആളാണ്. ഞാനല്ല മധുരത്തിന്റെ മെയിൻ ആള്. പാത്തു ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? വഴിയേ അറിയും. പാത്തു ആബിക്കാന്റെ കുഡ്ബി. ആബിക്കാരെ കല്യാണം കേട്ടോ സെപ്റ്റംബറിൽ. ഞാനും പറഞ്ഞില്ല എന്ന് പറയരുത്. ഗ്രൂം ടു ബി ആണ് നമ്മുടെ. ആബിക്ക എനിക്കൊരു പീസ്. നോ, എങ്ങനെ മെൽറ്റിന്റെ മൗത്ത്? ഇതോ? പിന്നെ എനിക്കാണോ? തേന് വേണ്ട, അത് മാത്രം മതി. അടിപൊളി. അടിപൊളിയായിട്ടാ. അപ്പൊ നമ്മള് ദുബായ് മാൾ എത്തി. നമ്മുടെ ദുബായ് മാൾ ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ദുബായ് മാളിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കുറെ പാർക്കിംഗ് ഒന്നും കിട്ടാണ്ട് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് പാർക്കിംഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ടൊക്കെ കിട്ടിയത്. ഇതപ്പോൾ ഉള്ളിലോട്ട് കയറാൻ പോകണം. അപ്പോൾ അവിടെ കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ ചൈന ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ചൈന ടൗൺ അല്ലേ? ഓക്കെ. പല വെറൈറ്റി, പല ഡിസൈനിൽ, പല ഡെക്കറേഷനിലുള്ള ബാഗുകളാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വൈബ് അടിച്ച് നടക്കാൻ പറ്റും. നമ്മുടെ വാട്ടർഫാൾ ഇതിനെന്താ പറയുന്ന അറിയില്ല. എന്തായാലും രസം കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ എന്തായാലും ഇത് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരിക്കട്ടെ. ഇസാക്കത് ഫസ്റ്റ് ടൈം ആണോ കാണുന്നത്? മുന്നേ വന്നിട്ടുണ്ടോ? അഭിക്കാൻ
ഇസാക്കാനെ പിന്നെ കാണാനില്ല. ഇവിടെ എവിടേക്ക് നടക്കണ അതാ ആവിക്ക അവിടെ ഉണ്ട്. അപ്പൊ നല്ല രസല്ലേ. വാട്ടർഫാളൊക്കെ കണ്ട സന്തോഷത്തിൽ വീട്ടിലേക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അനിയത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പെരുന്നാളായിട്ട് പുറത്തൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട് വേണ്ടിട്ട് പുഴയൊക്കെ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഇതെന്റെ അനിയത്തിയാട്ടാ, കുട്ടിമോൾ. അവിടെ നിന്നാണ് ഇത്. ഇതാ സ്വത്തുമ അത് സ്വത്തുമ. ഇതിൽ നോക്കി നമുക്ക് ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇസാക്ക് എന്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ മാളല്ലേ, അങ്ങനെ പരന്ന് വിടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഉള്ളത് എന്തായാലും ഒരു യൂസാണ് കേട്ടോ. അപ്പം നോക്കട്ടെ, ഞാൻ അടുത്തത് എങ്ങനെ പോണ്ടി നോക്കട്ടെ. ഭയങ്കര വലിയ മാളാട്ടോ, കാണാൻ പറ്റുന്ന അത്രയും കണ്ടിട്ട് പോവാ. ആണോ? ഇത് അവിടെ മറൈനൊക്കെ ഉണ്ട് ആബിക്ക പറയണേ. അപ്പം ഇനി ഒന്ന് അങ്ങോട്ട് പോയിട്ട് നോക്കിയിട്ട് കാണിച്ചു തരാം. ഇതാട്ടോ മറൈൻ അക്വേറിയം. സൂക്ഷിച്ച് നോക്കിയേ കാണാം എത്ര വെറൈറ്റി മീനുകളാണ് അതിലിങ്ങനെ പോണത്. നോക്ക് ആ മീനില്ലേ, ആ മീനൊക്കെ വറുത്തടിച്ച് അങ്ങനെ ഉണ്ടാവുന്നറിയോ? ഈ മീനാ ഗ്രില്ലടിച്ചാ ചൂണ്ടട്ട കിട്ടുമോ? എന്നിട്ട് ഈ രണ്ട് കീറാക്കുക, രണ്ട് ഭാഗം പൊളിക്കുക. ഒരു ഭാഗത്ത് പച്ച മസാല, ഒരു ഭാഗത്ത് ചുവപ്പ് മസാല. ഇതൊക്കെ ആപിക്കാനെ കൊണ്ട് മാത്രം പറ്റുള്ളൂ. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം. എന്തായാലും ശരിക്കും ഒരു കടല് നേരിട്ട് കാണുന്ന പോലെ അടിയിൽ പോയിട്ടല്ല ഇവിടെ നിന്നിട്ട്. എവിടെ ഷാർക്ക് തരണ്ടില്ലേ? ഷാർക്ക് നോക്ക്, ഷാർക്ക് വലിയ ഷാർക്ക് നോക്ക്. ഇത്രയും മീനുകള് കടലിൽ ഇത്രയും കോറലിനൊക്കെ ജീവനുണ്ട്. ആണോ? പറഞ്ഞില്ലേ ഒരു വെറൈറ്റി ഷാർക്ക് ഉണ്ടെന്ന് കണ്ടോ? അതിന്റെ എന്താ പറയാ ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ പല്ലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഷാർക്ക്. ആ ഒരു തരം പ്രത്യേക തരം ഷാർക്കാണ്. നല്ല രസമുണ്ട്, കുറെ വെറൈറ്റി മീനുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പ് ബ്രാൻഡ്സും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സെഫോറ, മാക്ക്, അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ ഒരു വലിയ അക്വേറിയം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മിനി വേർഷൻ ഓഫ് അക്വേറിയം, ചെറിയ അക്വേറിയം കേട്ടോ. ഇവിടെയും കുറെ മീനുകളൊക്കെ ഉണ്ട്. പക്ഷെ താഴെ കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റി. ചൂണ്ടട്ട കിട്ടുമോ? ചൂണ്ടട്ട കിട്ടുമോ? വലടണല്ലേ? അപ്പോൾ ഫുഡ് കോർട്ട് തപ്പി നടക്കണം, അതും ലുലു മാള്. നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലം ലുലു അല്ലേ ആബിക്ക? അത് നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും. ടാക്സി ആണോ? ആർക്കും പോകാണ്ടോ? ഇതെന്താ ഒരു എയറോപ്ലെയിന്റെ പകുതി വെച്ചിക്കണ്? അത് പാലപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ? ഇത് നോക്ക്, ഒരു ഫ്ലൈറ്റ് പകുതി മാത്രം അവിടെ. അറിയില്ല കണ്ടോ? ഒരു ഫ്ലൈറ്റിന്റെ പകുതി മാത്രമേ ഉള്ളൂ, ബാക്കിയില്ല. എന്താന്ന് ആർക്കും അറിയില്ല. വിശന്നോ? കാക്ക് നന്നായി വിശന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് കോർട്ട് ഇവിടുന്ന് എങ്ങനെയും തപ്പി കണ്ടുപിടിക്കണം. വലിയ മാളായതുകൊണ്ട് ഇവിടെ എന്താ കിടക്കണമെന്ന് ഒന്നും അറിയില്ല. കുറേ നേരം നടക്കണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കോർട്ടൊക്കെ നോക്കിയിട്ട്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം എത്ര നേരം നടന്നിട്ട് എത്താന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഫുഡ് കോർട്ട് ഫൈനലി കണ്ടുപിടിച്ചു. ഇനി ഇവിടുന്ന് നമ്മൾ നോക്കട്ടെ, ഇവിടുന്ന് എവിടെ കയറി കഴിക്കണം എന്ന ഒരു ഐഡിയ ഇല്ല. നോക്കട്ടെ, കുറേ വെറൈറ്റി ഫുഡ് ഷോപ്പുകളുണ്ട്. സബ്വേ ഉണ്ട്, നമ്മുടെ മെക്ഡൊണാൾഡ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. നോക്കട്ടെ, അപ്പോൾ എന്താ നോക്കിയിട്ട് കാണിച്ചു തരാം, എന്താ കഴിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. മെക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിടെ അത് വാങ്ങാൻ വേണ്ടി ഇതൊക്കെ മിസ്സാക്കാം. നമ്മൾ ഐസ്ക്രീം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഐസ്ക്രീം. നമ്മുടെ മെക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം. മെക്ഡൊണാൾഡ്സ് നമ്മുടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റില്ലേ? ചക്ക എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ബുർജ് ഖലീഫ നന്നായി കാണാൻ പറ്റും കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടെ നടക്കാൻ തന്നെ നല്ല രസമുണ്ട്.
കൂടെ ഒരു ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ്. ഐസ്ക്രീമും കഴിച്ച് ഇവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി അങ്ങനെ കുറേ നടന്ന് ഫൈനലി അങ്ങനെ ലുലു കണ്ടെത്തിയിട്ടാണ്. ഇനി ഇവിടെ കയറിയിട്ട് നമുക്ക് ഫുഡ് കോർട്ടിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ എന്താ കഴിക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ, ഞങ്ങൾക്കും അറിയില്ല എന്താ കഴിക്കേണ്ടതെന്ന്. നോക്കട്ടെ. എവിടെയും നിൽക്കണ്ട, നേരെ വിട്ട ഫുഡ് കോർട്ടിലേക്ക്. നമ്മൾ ഫുഡ് കഴിക്കാനാണ് ലുലു മാൾക്ക് വന്നത് അല്ലേ? ആണ്. അപ്പോൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് എന്താ കിട്ടുക, ഇഷ്ടപ്പെട്ട എടുത്ത് കഴിക്കുക. ഒക്കെ ഗ്രിൽഡ് ചിക്കൻ കഴിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേ വെറൈറ്റി ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്. പിക്കുണ്ട്, പെരി പെരി ഉണ്ട്, ലെമൺ ഹെർബ്സ് ഉണ്ട്, അതുപോലെ ഇതെന്താ ഹോട്ട് ആൻഡ് സ്പൈസി. നമുക്ക് ഏതെടുക്കാം? പെരി പെരി എടുത്താലോ? അപ്പോൾ എന്താണ് ഒരു ഗ്രിൽഡ് ചിക്കൻ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്, പാർസലാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഡിപ്സ് എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യണം. ഇവിടെ കുറേ വെറൈറ്റി ഓഫ് ഡിപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഹൊമ്മൂസും ഇല്ല ഇവിടെ. അപ്പോൾ ഈ സെക്ഷനിൽ ഗാർലിക് പേസ്റ്റും ഇല്ല, ഹൊമ്മൂസും ഇല്ല. നമുക്ക് അപ്പുറത്തെ സെക്ഷനിൽ പോയി നോക്കാം. അടുത്തുള്ള സെക്ഷനിലേക്ക് വന്നപ്പോൾ ഹൊമ്മൂസും ഗാർലിക് പേസ്റ്റൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതും കൂടി എടുക്കാൻ വിചാരിച്ചു. ആബിക്ക അവിടെ വേറെ എന്തൊക്കെയോ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. എന്താ ആബിക്ക? ഡോണറ്റ്സോ? ഇതൊരു വെറൈറ്റി ഓഫ് ഡോണറ്റ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ കുനാഫൻ്റെ സ്റ്റഫ് ഉണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ്റെ കൂടെ കഴിക്കാൻ റൊട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൊട്ടി എടുത്തിട്ടുണ്ട്, കുബൂസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ട് ഇതപ്പോൾ കഴിക്കാതിരിക്കണം. ആബിക്ക അത് വെള്ളം മേടിക്കാൻ നിൽക്കണ. ഇതപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. കേക്ക് സ്റ്റാർട്ടായി, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം. ലാബിക്ക ഓക്കെ, സാക്ക ഓക്കെ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗ്രിൽഡ് ചിക്കൻ. ഇത് ഹൊമ്മൂസ്, അത് ഗാർലിക് പേസ്റ്റ്. ഇതെന്തായിരുന്നു ആബിക്ക? ലെബൻ. നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ കഴിക്കട്ടെ. ഇനി അത് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. കുനാഫ ഡോണറ്റ്സ് കഴിക്കാൻ പോകുന്നു. കഴിച്ചു എങ്ങനെ? അവിടെ ഫില്ലിങ് ആണിക്കുള്ളിത്തെ ചതിച്ചോ? ഏവറേജ് അല്ലേ? ഓക്കെ. ഇവിടെ നമ്മളെല്ലാവരും കൂടി കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതേ നമ്മുടെ ബുർജ് ഖലീഫിൻ്റെ അടിപൊളി വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, അടിപൊളിയായിരുന്നു. അങ്ങനെ ബുർജ് ഖലീഫൊക്കെ കുറച്ച് നേരം അങ്ങനെ കണ്ട് അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ബുർജ് ഖലീഫിൻ്റെ അവിടെ വ്യൂവും കണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട്, നല്ല വെറൈറ്റി ആയിട്ടില്ല കാണാൻ. ഇതും കൊണ്ട് എന്താ ഉദ്ദേശിക്കണ ഷോ? എന്തായാലും നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറാനുള്ള കാരണം ആപ്പിൾ സ്റ്റോറിലൊന്ന് കയറണമായിരുന്നു. ആവിക്കൊക്കെ ആപ്പിൾ സ്റ്റോറിൽ കയറണമെന്ന് നിർബന്ധം. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെയും മേലോട്ട് കയറിയതാണ്. പിന്നെ ആപ്പിൾ സ്റ്റോറിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ആപ്പിൾ സ്റ്റോറിൽ കുറച്ച് സംഭവങ്ങൾ, ഫോണുകളൊക്കെ വെറുതെ നോക്കി. പുതിയ ആപ്പിളിൻ്റെ എല്ലാ ഫോണുകളും ഇവിടെയാണ് ഫസ്റ്റ് വരിക എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളുടെ ബുർജ് ഖലീഫിൻ്റെ വ്യൂ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല. എവിടെ ആബിക്ക? അൽ ബുർജ് ഖലീഫ് എവിടെ? ശരിക്കും നെയ്റ്റിൽ കാണാനാട്ടോ ഇവിടെ അടിപൊളി. ബുർജ് ഖലീഫിൻ്റെ വ്യൂ കാണാനും നെയ്റ്റിൽ കാണാനാണ് വേറെ ലെവല്. എന്താണെന്ന് വെച്ചാൽ നെയ്റ്റിൽ ചുറ്റുന്നും എല്ലായിടത്തും നല്ല ലൈറ്റും നല്ല വ്യൂവും നല്ല ഭംഗിയും കിട്ടുന്നത് നെയ്റ്റിൽ കാണാൻ വരുമ്പോഴാട്ടോ. പിന്നെ ഒരേ ഒരു വിഷമം എന്താ വെച്ചാൽ വാട്ടർ ടാങ്ക്സി മാത്രം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അതിൻ്റെ വർക്ക് എന്തോ നടക്കണ കാരണം അത് മാത്രം ഞങ്ങൾക്ക് വിഷമമായി. ഇൻഷാ അല്ലാ എന്തായാലും അടുത്ത പ്രാവശ്യം ഇത് കാണാനായിട്ട് വരണമെന്നുണ്ട്. അപ്പോൾ ബുർജ് ഖലീഫിൻ്റെ വ്യൂ പിന്നെ പറയേ വേണ്ട, വേറെ ലെവൽ തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു. ആബിക്ക് ഇസാക്കി നടന്ന് ക്ഷീണിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കണം. ഞാനും കുറച്ച് നേരം ഇരിക്കട്ടെ. അങ്ങനെ ബുർജ് ഖലീഫിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അതിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നല്ല രസമുണ്ടായിരുന്നു. അതിൽ ചെറുതായിട്ടൊരു സോങ്ങും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ നീറ്റിൽ ഇത് കാണാൻ അടിപൊളി തന്നെയായിരുന്നു. എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കണം. വാട്ടർ ഡാൻസ് മാത്രം നമുക്ക് മിസ്സായില്ല ആവിക്കാം. അവിടെ വർക്ക് ഫൗണ്ടൈൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
റിനോവേഷൻ ആയതുകൊണ്ട് അത് കാണാൻ പറ്റില്ല, അത് മാത്രം കാണാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.